ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മൾ ഓൾറെഡി പാഞ്ചാലിമേട് പോയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ വേറൊരു പ്ലേസിൽ പോകുന്നുണ്ടെന്ന്. അപ്പം ആ പ്ലേസിലേക്ക് പോകുന്ന വഴി ഒരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പം നമ്മൾ നേരെ വിട്ടത് തേക്കടിയിലോട്ടാണ്. പോകുന്ന വഴിയിൽ ഇത് കണ്ടോ, വെള്ളഞ്ഞെങ്ങാനും വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഭയങ്കര റോഡ് നല്ല അത്യാവശ്യം റഷായിട്ട് തന്നെ നമുക്കങ്ങനെ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. എങ്കിൽ തന്നെ നമ്മളവിടെ സൈഡിൽ ഒതുക്കിയിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ അച്ചുകുട്ടനും ആദ്യമായിട്ടാണ് കുരങ്ങനെയൊക്കെ കാണുന്നത്. മീൻസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും അടുത്ത് കാണുന്നത്. അതിൻ്റെ അവിടുന്ന് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മൾ നേരെ തേക്കടിയിലോട്ടാണ് പോയത്. അപ്പം പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല ചെറിയ കാറ്റും മഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു. 2 സൈഡും തേയിലത്തോട്ടങ്ങളാണ്. എന്നിട്ട് നമ്മൾ പോയത് എവിറ്റിയുടെ ഒരു പ്ലാന്റിലാണ്. ആ പ്ലാന്റിൽ നമ്മൾ വിസിറ്റ് ചെയ്തു. എന്നിട്ട് ആവശ്യത്തിന് വേണ്ട തേയിലകളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് നല്ല ചൂടോടുകൂടി നല്ല കടുപ്പത്തിലുള്ള ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ജീപ്പ് സഫാരിക്കാണ് പോയത്. 2000 രൂപയായിരുന്നു ജീപ്പ് സഫാരിക്ക്. അപ്പം നമ്മളെ ആദ്യം കൊണ്ട സ്പോട്ട് എന്ന് പറയുന്നത് എലിഫൻറ്റ് സഫാരി ചെയ്യാൻ വേണ്ടിയായിരുന്നു. നമ്മൾ ഓൾറെഡി എലിഫൻറ്റ് സഫാരി ചെയ്തിട്ടുണ്ട്. മൂന്നാർ പോയപ്പോൾ നമ്മൾ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനായിട്ട് ടൈം സ്പെൻഡ് ചെയ്തില്ല. ജസ്റ്റ് അച്ചുകുട്ടനെ ആനയൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 5 മിനിറ്റ് മാത്രമേ നമ്മൾ സ്പെൻഡ് ചെയ്തുള്ളൂ. അത്യാവശ്യം നല്ല റഷുമാണ്. അപ്പം വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ അവിടുന്ന് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോയി. ആ പോകുന്ന വഴിയിൽ അങ്ങ് എത്തുന്നിടം വരെയും നല്ല മഴയായിരുന്നു. നമ്മൾ വിചാരിച്ചു മഴ നമ്മളെ ചതിച്ചു പോകുന്നു. എങ്കിലും ഒരു 10 മിനിറ്റോളം നിന്നുള്ളൂ. അപ്പം തേക്കടിയിൽ നിന്ന് ഏകദേശം ഉള്ളിലോട്ട് ഒരു 7 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് നമ്മുടെ സ്പോട്ടുകളെല്ലാം. 7 സ്പോട്ടുകൾ നമുക്ക് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, നമുക്ക് കിട്ടിയ ഡ്രൈവറും അത്യാവശ്യം നല്ല കമ്പനിയായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ സ്പോട്ടിലും നിർത്തി. പിന്നെ എക്സ്ട്രാ നമ്മൾ 2-3 സ്പോട്ടിലൂടെ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം നമുക്ക് 2 ആണ് 2 അല്ലെങ്കിൽ 2:30 ആണ് നമുക്ക് സഫാരി എന്ന് പറഞ്ഞെങ്കിലും നമുക്കൊരു 3-3.25 മണിക്കൂർ നമുക്ക് പോയി കിട്ടി. അപ്പം ഈ പോകുന്ന വഴികളിലെല്ലാം നല്ല ഭംഗിയാണ്, നല്ല രസമാണ്. 2 സൈഡും നിറയും തേയിലത്തോട്ടങ്ങളാണ്. അപ്പം ഓരോ സ്പോട്ടിലും എത്തുന്നതിന് മുന്നേ തന്നെ പുള്ളി ഇങ്ങനെ പറയും ഇന്ന കാര്യങ്ങളാണെന്നുള്ളത്. ഈ കാണുന്നത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ബാക്ക് വശത്തിലുള്ള ഒരു ചെറിയൊരു പുഴയാണ്. അപ്പം നമ്മൾ അവിടെയും നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ പാലത്തിനവിടെയൊക്കെ നിന്ന് ജസ്റ്റ് അവിടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പുള്ളി നമുക്ക് അവിടെ നിർത്തി തന്നു. കാരണം ഇങ്ങനെ നിർത്തി പോകുന്നത് തന്നെ ഒരുപാട് സമയം നമുക്ക് പോയി. പിന്നെ ഈ കാണുന്ന വേറൊരു സ്പോട്ടാണ്. അപ്പം പുള്ളി നമ്മുടെ ഒരു കാര്യം ഹൈഡ് ചെയ്തിട്ടാണ് നമ്മളവിടെ കൊണ്ടുപോയത്. അപ്പം ഞങ്ങളവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തു. കുറച്ച് നേരം വെള്ളത്തിലേക്ക് ഇറങ്ങി കളിക്കുകയൊക്കെ ചെയ്തു. അപ്പം എനിക്ക് കാണുന്ന പാറയുടെ ബാക്കിലായിട്ട് ഒരു 3 ദിവസം മുന്നേ പുലി വന്നെന്നൊക്കെ പുള്ളി പറഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മളെ കാണിച്ച് തന്നു. അത് കേട്ട് നമ്മൾ ശരിക്കും ഷോക്കായി. അപ്പം ഈ വീഡിയോയിൽ ഞാൻ ഇത്രയും സ്പോട്ടേ കാണിക്കുന്നുള്ളൂ. ഒരു 2 സ്പോട്ടേ കാണിച്ചുള്ളൂ. ബാക്കിയുള്ള 5-6 സ്പോട്ടുകൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കുട്ടി ബ്ലോഗ് അവസാനിച്ചു. താങ്ക് യു. ടാറ്റാ ബൈ ബൈ. സീ യു.